നമസ്കാരം. ഇന്ന് ധന്യമീ ജീവിതത്തിൽ ചിന്തിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഹൈ വൈബ്രേഷൻ, ലോ വൈബ്രേഷൻ. ഹൈ പിച്ചിൽ പോരട്ടെ, കുറച്ചുകൂടി അങ്ങോട്ട് ഉറക്കെയാക്കൂ. കുറച്ചുകൂടി ഉറക്കെയാക്കുന്നതിന്റെ പേരാണല്ലോ ഉച്ചഭാഷണി. നമ്മുടെ ശബ്ദം എത്രയോ ഉച്ചത്തിൽ കേൾക്കുകയാണ്. അപ്പൊ ഹൈ പിച്ചിൽ പോട്ടെ എന്ന് പറയുന്നതും ഹൈ വൈബ്രേഷൻ എന്ന് പറയുന്നതൊക്കെ ഈ അർത്ഥത്തിലാണെങ്കിലും തത്വചിന്താപരമായി വീക്ഷിച്ചാൽ ഹൈ വൈബ്രേഷനും ലോ വൈബ്രേഷനും ഇതല്ല. തത്വചിന്താപരമായ വീക്ഷണത്തിൽ ഒരു കോടതിയിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന അഭിഭാഷകരുണ്ട്. അവരിങ്ങനെ ക്രോധം കൊണ്ട് ഞാൻ പറയുന്നതാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജിക്ക് അത്ര ബുദ്ധിയുള്ളൂ എന്ന് വരെയൊക്കെ സംസാരിക്കുന്ന അഭിഭാഷകരാ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു വക്കീലുണ്ട്, വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ, ശബ്ദം പുറത്തേക്ക് കേൾക്കുക ഇല്ല. അപ്പൊ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വർത്തമാനം പറയണ വക്കീൽമാരുള്ളപ്പോ ആ വക്കീലിന്റെ അടുത്ത്, അല്ല നിങ്ങൾ എന്താ പറഞ്ഞു? അപ്പൊ അയാൾ ശബ്ദം താത്തിരാ പറയാ, ചെവി വട്ടം പിടിച്ചു അത് മുഴുവനെ കേൾക്കും. കുറച്ച് വിപ്പും ഉണ്ട് വർത്തമാനം പറയാൻ, സ്പീഡിൽ പറയാൻ വയ്യ. ബാക്കി എല്ലാവർക്കും ദേഷ്യം വന്നു. ആ സ്പീഡിൽ വർത്തമാനം പറയാത്ത ആൾക്കും ഉറക്കം മനുഷ്യന്റെ മുഖത്ത് നോക്കി വർത്തമാനം പറയാത്ത ആൾക്കും. പക്ഷെ ജഡ്ജി അങ്ങനെയാവണ്ടേ? അപ്പൊ ജഡ്ജിന്റെ യാത്രയപ്പ് യോഗത്തിൽ ജഡ്ജിന്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. നല്ലൊരു ജഡ്ജി ഇങ്ങനെ ആവണം, ഏത് സാധാരണക്കാരൻ പറയുന്നതും ശ്രദ്ധാപൂർവം കേൾക്കണം, അതൊരു നല്ല ഗുണമെന്ന് പറഞ്ഞപ്പോ ജഡ്ജി ഒരു മറുപടി പറഞ്ഞു, അതെന്റെ സൽഗുണമല്ല. കാരണം ഇരു കൂട്ടരും കേസ് വാദിക്കുന്നുണ്ട്. കേസ് വാദിക്കുന്നതിന്റെ ലക്ഷ്യം ജഡ്ജിമാർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കലല്ലോ, കൺഫ്യൂഷൻ ഉണ്ടാക്കലാണല്ലോ. അപ്പൊ എനിക്കൊരു സംശയം വരും, യഥാർത്ഥത്തിൽ സത്യം എന്താ? ആ വ്യക്തി സത്യം മാത്രം പറയുന്ന ആളാ. അപ്പൊ എനിക്കറിയണം എന്നൊരാഗ്രഹം, എന്താണ് സത്യം എന്ന് എനിക്കറിയണം എന്നൊരാഗ്രഹം. അപ്പൊ ആ ആൾ പറയുന്നത് കേട്ട് ശ്രദ്ധാപൂർവം എന്തേ പറഞ്ഞ്, അതിലുള്ളതേ പറയുള്ളൂ, നേരെ പറയുള്ളൂ. ഹൈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആമ മുട്ടയിട്ട് മണ്ണിൽ മൂടി ആമ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വരെ ആമയിൽ നിന്ന് പോകുന്ന തരംഗങ്ങൾ നാട്ടുകാർ കേൾക്കുന്നില്ല. ഉന്നതമായ പലതും ലോ വൈബ്രേഷൻ. അവിടെ എന്താ ബഹളം കേൾക്കണേ നമ്മൾ ചോദിക്കാറില്ലേ? ഉറക്കെ സംസാരിക്കുന്നു കേട്ടു അയാൾ വീട്ടുന്നു, നമ്മൾ എന്താ പറയാ? എന്താ പ്രശ്നം? ശബ്ദമുയർത്തി സംസാരിച്ചാൽ സ്നേഹമില്ല എന്നർത്ഥം അല്ലേ? നമ്മളെന്താ ചൂടായ ഉച്ചത്തിൽ വർത്താനം പറയണത്? എന്താ ചൂടായ എന്താ പതുക്കെ പറഞ്ഞൂടെ? അങ്ങനെയല്ല ചന്ദ്രശേഖര, അങ്ങനെയാണോ ചൂടായ പറയാ? ഇറങ്ങിപ്പോടാ അവിടുന്ന്, ഒരുത്തിന് എനിക്ക് പേടിയില്ല. സ്നേഹം വർദ്ധിക്കുമ്പോ ശബ്ദം കുറയുക ചെയ്യുക. കാമുകന്മാരിങ്ങനെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. നമ്മൾ വർത്താനം പറഞ്ഞൊന്നും കേൾക്കില്ല. 4 മണിക്കൂറായത് അവരറിയില്ല. യഥാർത്ഥ കാമുകന്മാരുടെ കാര്യം പറയുകയാണ് കേട്ടോ. അമ്മയും കുട്ടിയും കൂടി സംസാരിക്കുമ്പോൾ നമുക്ക് ശബ്ദം വല്ലതും കേൾക്കണം. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചത്തില് വർത്തമാനം പറഞ്ഞ് ശീലിച്ചിട്ടും
മൈക്കിൽ കൂടെ വർത്താനം പറഞ്ഞു കേട്ടിട്ട് സ്നേഹമില്ല. സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാര് ഉച്ചത്തിൽ സംസാരിക്കുവോ? നാട്ടുകാർ കേൾക്കുവോ? എന്താ അമ്മണി അതും എടുത്തോളൂ, എന്താ ചേട്ടാ പറഞ്ഞത്, രണ്ട് ശബ്ദവും പതുക്കെയാവും. സ്നേഹമില്ലെങ്കിലോ ഇങ്ങോട്ട് എടുക്കടി, അത് ഇങ്ങക്കാട് വന്നു എടുത്തൂടെ മനുഷ്യ? നിങ്ങൾ അവിടെ രാവിലെ വിളിക്കിരിക്കുകയാണല്ലോ. സ്നേഹമില്ലായ്മ. ഇതുകൊണ്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിച്ച് വർത്തമാനം പറയുന്ന പുരാണ കഥാപാത്രമാണ് രാമൻ. വളരെ കുറച്ച് രാമൻ ഡയലോഗ് പറഞ്ഞിട്ടുള്ളൂ. ലക്ഷ്മണന് ചില ഉപദേശം കൊടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ അതൊക്കെ ലക്ഷ്മണോപദേശം. കുറെ വാക്കുകളുണ്ടോ? കുറെ ഉച്ചത്തിൽ സംസാരിച്ചോ? എപ്പോഴെങ്കിലും ഒരിക്കലും രാവണനെ കുറിച്ച് അവന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ലോകത്തുള്ള തോന്നിയാസം മുഴുവൻ രാമൻ വിളിച്ചു പറഞ്ഞോ? ബാലിയെ കൊന്നതിന് ശേഷം ആ മരണം ബാലി വരെയും ഇഷ്ടപ്പെട്ടു. രാമൻ ഒന്നും പറഞ്ഞിട്ടില്ല. രാമൻ വിമർശനങ്ങൾക്ക് മറുപടിയും പറഞ്ഞിട്ടില്ല. ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മയോട് പതുക്കെ സംസാരിക്കുള്ളൂ. ആ അമ്മയും മകനും ഉണ്ടല്ലോ. വനത്തിലേക്ക് പോകുമ്പോ അമ്മയുടെ അടുത്ത് ചെന്നു പോകണം. അമ്മയുടെ മനസ്സ് നോക്കണം. രാമനെ ശരി നോക്കിയിട്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. ഇന്ന് സ്നേഹം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉച്ചത്തിൽ വർത്താനം, കഠിനമായ പദങ്ങൾ, ഏറ്റവും കഠിനമായ വാക്കുകൾ ഏറ്റവും ഉച്ചത്തിൽ പ്രയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. കേരളത്തിലെ ഒരു സെലിബ്രിറ്റി ഒരു കാലത്ത് പത്രമാസികകൾ എടുത്താൽ അദ്ദേഹത്തിന്റെ നിരൂപണത്തെക്കുറിച്ച് വിമർശനത്തെക്കുറിച്ചും ധാരാളം കേൾക്കും. വലിയ വിമർശകനും സാഹിത്യകാരനും. ഞാനായിട്ട് വലിയ അടുപ്പമായിരുന്നു. ഒടുവിൽ മാരകമായുള്ള അസുഖം വന്നു. അസുഖം വന്നത് മരണത്തിന്റെ ഒരു 10 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, എന്നെക്കുറിച്ച് ആരും നല്ലത് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് സങ്കടം തോന്നി. പാവം, നല്ലത് പറഞ്ഞിട്ടില്ല. കാരണം കടുത്ത വിമർശനമാണ് ഇദ്ദേഹത്തെ പറ്റി എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് കാരണം ഞാൻ പറഞ്ഞില്ല. നല്ലത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമില്ല. അപ്പൊ ഞാൻ മാഷെ എന്നാണ് വിളിക്കുക. മാഷ കാലശേഷം ആളുകൾ നല്ലത് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്കെന്താ കാര്യം? എന്നോട് പറഞ്ഞതാണ്. ആ സ്ഥലവും ഒരു മാവിന്റെ ചോട്ടിൽ എന്നതാ പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാക്ക് കേൾക്കാൻ കൊതിയുണ്ടാവില്ലേ? അത് കഴിഞ്ഞിട്ട് മറുപടി ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥ പറയാണ് എന്നോട്, എന്റെ ഭാഷയും കുറച്ച് ശക്തമാണ്. അതിന്റെ തിരിച്ചടിയാണ് ഞാൻ അനുഭവിക്കുന്നത്. എനിക്ക് ശക്തമായ ഭാഷയിലേ പറയാൻ കഴിയുള്ളൂ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ശക്തമായ ഭാഷയിലാണല്ലോ പറയുക. ഞാനൊന്നും മിണ്ടിയില്ല, കേട്ടു. അദ്ദേഹം മരിച്ചു. ശക്തമായ ഭാഷ എന്ന് പറഞ്ഞാൽ കഠിനമായ പദപ്രയോഗങ്ങളിൽ അത്യുച്ചത്തിൽ വിളിക്കലല്ല. അത് ചിലപ്പോ ഒരു മൂളലാവും. മഹാത്മാക്കൾ കുറെ വർത്തമാനമൊന്നും പറയില്ല. മക്കളോട് വരെ രാവിലെ മുതൽക്ക് മകനെ ചീത്ത അറിയാം. ഒരാൾ പറഞ്ഞു, നിൽക്കുന്ന ആ ചീത്തറിഞ്ഞ് ഞാൻ ക്ഷീണിച്ചു. തത്വചിന്താപരമായ വീക്ഷണത്തിലേക്ക് വരുമ്പോൾ കഠിനമായ വാക്കുകളും പ്രയോഗങ്ങളും. എന്നെ കുറിച്ച് ഒരാൾ ഒരു ആരോപണം പറഞ്ഞു, ഭാഷയെ ചൊല്ലിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് മറുപടി ഒന്നും പറഞ്ഞില്ല, ചിരിച്ചേ ഉള്ളൂ. ഇത്രയും പുസ്തകം എഴുതിയിട്ട് ആ വാക്കുകൾ ഞാൻ പ്രയോഗിച്ചിട്ടേ ഇല്ല. മലയാളത്തിലെ ഭാഷയിലത്തെ ചില വാക്കുകളെ
ഞാൻ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല, അത് പ്രയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ കവിതയാണെങ്കിലും കഥയാണെങ്കിലും ജീവിതമാണെങ്കിലും നമ്മുടെ കുടുംബത്തിലും ഇന്നിപ്പോ തെറ്റിദ്ധാരണ വന്നിരിക്കണു. വലിയ ഭാഷ എടുത്ത് അനാവശ്യം വിളിച്ച് പറഞ്ഞ്, അത്യുച്ചത്തിൽ വിളിച്ച് പറഞ്ഞ്, ഉച്ചഭാഷിണി പോലും രചിക്കുന്ന ഉച്ചത്തിൽ വേണ്ട. ഇന്ന് ധന്യമീ ജീവിതം ശ്രമിക്കുന്നവർ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. സൗമ്യമായിരിക്കൂ, ശബ്ദം കുറയ്ക്കൂ, ലളിതമായ വാക്കുകൾ പറയൂ. വീട്ടിലാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ലളിതമായ വാക്ക് പറഞ്ഞാലൊന്നും യേശില്ല, അല്ല യേശു. വാക്കുകള് ഹൈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉന്നതിയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ആ ഉയർച്ചയിലേക്ക് നീങ്ങണമെങ്കിൽ കഠിനമായ വാക്ക്, ഇന്നിപ്പോ തോന്നിയാസം എന്തൊക്കെയാ വിളിച്ചു പറയാമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തോന്നിയാസം പഠിപ്പിക്കണ്ട, എല്ലാവർക്കും അറിയാം. ഒന്നും വേണ്ട, വളരെ ലളിതമായിട്ട് പറഞ്ഞ. അയ്യോ ലൈക്ക് കുറയും, ലൈക്കൊന്നും കുറഞ്ഞില്ല. വേണ്ടുന്നത്ര ലൈക്ക് കുറയാന്നുള്ള ഇപ്പോഴത്തെ പ്രയോഗമാണ്. വേണ്ടുന്നത്ര ലൈക്കൊക്കെ കിട്ടിക്കൊള്ളും. ചിന്തയ്ക്ക് വിടുന്നു. നമസ്കാരം.